മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവിൻ. എഫേസ്യസ് 5:1. നമ്മുടെ ജീവിതങ്ങളിൽ തമ്പുരാനെ എങ്ങനെ അനുകരിക്കണം എന്നാണ് ഇന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. മക്കളെ എന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്ന പിതാവായി ദൈവത്തെ കണ്ടുമുട്ടാനും അവൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ആയിരിക്കുവാനും ആ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൽ തമ്പുരാനെ പിൻചെല്ലുവാനുമാണ് നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുക. ദൈവ സാമീപ്യത്തിന്, ദൈവത്തെ ദർശിക്കുന്നതിന് വിശുദ്ധി അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ പറഞ്ഞു നോക്കുകയാണ്. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ജീവിതങ്ങളിൽ പാവക്കറകളും ദൈവിക ചിന്തയ്ക്ക് ചേർന്നതല്ലാത്ത ചിന്താധാരകളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ പക്ഷേ ഉണ്ടാവാറുണ്ട്. അവയെ തരണം ചെയ്തുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുവാനും വിശുദ്ധരുടെ പാതകൾ പിൻചെല്ലുവാനും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ്. മക്കൾക്കൊപ്പം എന്നതുപോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മളെ പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ വലിയ കരുതൽ, വിശുദ്ധിയോടുകൂടി ജീവിക്കുക, ഏറ്റവും നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക, മനസ്സിനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നത് വഴി ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. തിരുവചനം കൂടുതൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതും ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ കടന്നു പോകുന്നതും അനുദിന ജീവിതത്തിൽ ദൈവ വിചാരത്തോടെയുള്ള പ്രാർത്ഥനയോടുകൂടി കടന്നു പോകുന്നതുമെല്ലാം വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ തിരുവചനം. ഈ തിരുവചനത്തിൻ്റെ പൂർത്തീകരണം വചനം നമ്മളെ മാംസം ധരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ കൃപകൾ നമ്മുടെ ജീവിതങ്ങളിൽ വർഷിക്കപ്പെടുവാൻ വിശുദ്ധി കാരണമാകട്ടെ എന്ന് വിശുദ്ധരുടെ